മക്കളെ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ഓർഗാനിക് കെമിസ്ട്രിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. ദ റിയാക്ഷൻ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ പോകുന്നു. ഓസോണോലിസിസ് എന്ന റിയാക്ഷനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഓസോണോലിസിസ് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? റൈറ്റ്. ഓസോണോലിസിസ് ഈ റിയാക്ഷനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ഓസോണോലിസിസ്? സി, ഇൻ ദിസ് റിയാക്ഷൻ നമ്മൾ വി ആർ ഗോയിങ് ടു ഹാവ് എ ടെസ്റ്റ്. നമ്മൾ അൺസാച്ചുറേഷൻ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ അൺസാച്ചുറേഷൻ ടെസ്റ്റ് ചെയ്യണം. ഓസോണോലിസിസ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ടെസ്റ്റ് ഫോർ അൺസാച്ചുറേഷൻ. അൺസാച്ചുറേഷൻ മാത്രം ടെസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ ഒരുപാട് ടെസ്റ്റുകളുണ്ട്. റൈറ്റ്. ബ്രോമിനേഷൻ നമുക്ക് അൺസാച്ചുറേഷൻ ടെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം. ബെയേഴ്സ് റിയേജൻറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അൺസാച്ചുറേഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അൺസാച്ചുറേഷൻ ടെസ്റ്റ് ചെയ്യാൻ ഒത്തിരി റിയാക്ഷൻസ് ഉണ്ട്. ഓസോണോലിസിസ് വളരെ പ്രധാനപ്പെട്ട ഒരു അൺസാച്ചുറേഷൻ ടെസ്റ്റ് ചെയ്യാനുള്ളൊരു റിയാക്ഷനാണ്. അത് മാത്രമല്ല അതിൻ്റെ പ്രത്യേകത, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ് unsaturation. It can be used for testing the type of unsaturation. It can be used for testing the number of unsaturation. അപ്പോൾ അൺസാച്ചുറേഷൻ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, ഡബിൾ ബോണ്ട്, മൾട്ടിപ്പിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്. മൾട്ടിപ്പിൾ ബോണ്ട് വരുന്നത് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ മൾട്ടിപ്പിൾ ബോണ്ട്, ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഓർഗാനിക് കോമ്പൗണ്ടിലുള്ളത് ടെസ്റ്റ് ചെയ്യുക. ഒന്ന്. രണ്ട്, അത് ഏതാണ്, ഡബിൾ ബോണ്ടാണോ ട്രിപ്പിൾ ബോണ്ടാണോ എന്ന് ടെസ്റ്റ് ചെയ്യാം. മൂന്ന്, എത്ര ഡബിൾ ബോണ്ട് ഉണ്ട് അത് ടെസ്റ്റ് ചെയ്യാം. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ് അൺസാച്ചുറേഷൻ. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ് ദ നമ്പർ ഓഫ് അൺസാച്ചുറേഷൻ. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ് ദ ടൈപ്പ് ഓഫ് അൺസാച്ചുറേഷൻ. കഴിഞ്ഞില്ല, ഒന്നുകൂടിയുണ്ട്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ് ദ പൊസിഷൻ ഓഫ് അൺസാച്ചുറേഷൻ. അപ്പോൾ അൺസാച്ചുറേഷൻ മൾട്ടിപ്പിൾ ബോണ്ട് ടെസ്റ്റ് ചെയ്യാം. മൾട്ടിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആണോ ട്രിപ്പിൾ ബോണ്ട് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാം. എത്ര എണ്ണമുണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാം. ഇമാജിൻ അൻ ഓർഗാനിക് ചെയിൻ, എത്ര ഡബിൾ ബോണ്ട് ഉണ്ട് ടെസ്റ്റ് ചെയ്യാം. അത് എവിടെയാണുള്ളത്, പൊസിഷൻ, അത് ടെസ്റ്റ് ചെയ്യാം. ഇതാണ് ഓസോണോലിസിസ് റിയാക്ഷൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. റൈറ്റ്. I will take a fundamental molecule to explain ozonolysis. You know, unsaturated molecule, the fundamental classical example, ethene, CH2, CH2. This is treated with the number 1, ozone, followed by treating with the zinc and water. ഇതാണ് റിയാക്ഷൻ. അപ്പോൾ ആദ്യം ഓസോണുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, ഫോളോഡ് ബൈ റിയാക്ടിങ് വിത്ത് സിങ്ക് ആൻഡ് വാട്ടർ. എങ്ങനെയാണ് റിയാക്ഷൻ നടക്കുന്നത്? ഓസോൺ ഈസ് ആഡഡ് ടു ദ ഡബിൾ ബോണ്ട് ആൻഡ് യു ഗെറ്റ് CH2O, CH2O ലൈക്ക് ദിസ്. ഇതിന് പറയുന്ന പേരെന്താണെന്നറിയാമോ? ഓസോണൈഡ് എന്ന് പറയും. ഓസോണൈഡ്. This is called ozonide. എന്ത് ഓസോണൈഡ് ആണ്? According to the name of this molecule, ethene ozonide. Ethene ozonide എന്ന് വിളിക്കും. പട്ടിക്കൂട് പോലെ വരച്ചിരിക്കുന്ന ആ സ്ട്രക്ചർ ശ്രദ്ധിക്കുക. എത്തീൻ ഓസോണൈഡ്. ഓസോൺ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ അൺസാച്ചുറേഷൻ ഉണ്ടെങ്കിലേ ആഡിഷൻ നടക്കുള്ളൂ. അതാണ് ടെസ്റ്റ്. റൈറ്റ്. നൗ എത്തീൻ ഓസോണൈഡ് കിട്ടി. നൗ ദിസ് ഈസ് ട്രീറ്റഡ് വിത്ത് സിങ്ക് ആൻഡ് വാട്ടർ. ഇതിന് ഒരു പേര് പറയും, റിഡക്ഷൻ ക്ലെവേജ്. എന്താ പറയാ? റിഡക്ഷൻ ക്ലെവേജ്. എന്താ റിഡക്ഷൻ ക്ലെവേജിൽ നടക്കുന്നത് നോക്കൂ. ഈ ബോണ്ട് ദേ ഇങ്ങനെ അങ്ങ് ബ്രേക്ക് ചെയ്യും, ഈ ബോണ്ട് ദേ ഇങ്ങനെ ബ്രേക്ക് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഈ OO ബോണ്ട് ബ്രേക്ക് ചെയ്യും, ഈ കാണുന്ന CH2O ബോണ്ട് ബ്രേക്ക് ചെയ്യും, ഇത് ബ്രേക്ക് ചെയ്യും. ഈ ഓക്സിജനെയും കൊണ്ട് സിങ്ക് സ്ഥലം വിടും. സിങ്ക് ആ ഓക്സിജനെയും എടുത്ത് സ്ഥലം വിടും. ആൻഡ് യു ഗെറ്റ് ദ ഫൈനൽ പ്രോഡക്റ്റ്. എന്താ ഫൈനൽ പ്രോഡക്റ്റ് നോക്കുക? CH2O. നോക്കൂ, CH2O, CH2O. You get 2 molecules of
CH2O. ആരാണ് ഈ CH2O? എല്ലാവർക്കും അറിയാലോ, ഇറ്റ് ഈസ് മെത്തനാൽ. HCHO is obtained. Methanol is obtained. So ethene treated with ozone followed by reduction cleavage. എന്താ റിഡക്ഷൻ ക്ലീവേജിന് ഉപയോഗിക്കുന്ന റിയേജന്റ് മറക്കരുത്, സിങ്ക് ആൻഡ് വാട്ടർ. അതെന്താ സാർ അങ്ങനെ പറയാൻ കാരണം? ഓക്സിഡേഷൻ ക്ലീവേജ് ഉണ്ടോ? ഉണ്ട്, ഓക്സിഡേഷൻ ക്ലീവേജ് ഉണ്ട്. എന്താണ് ഓക്സിഡേഷൻ ക്ലീവേജ്? ഓക്സിഡേഷൻ ക്ലീവേജിൽ എന്താ യൂസ് ചെയ്യാം? സപ്പോസ് യു ആർ യൂസിങ് സിങ്ക് ആൻഡ് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണെന്ന് വിചാരിക്കൂ. സിങ്ക് ആൻഡ് വാട്ടറിന് പകരം സിങ്ക് ആൻഡ് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണെന്ന് വിചാരിക്കൂ. ദെൻ ഇറ്റ് ഗോ ഫോർ, നിങ്ങൾക്ക് അറിയാലോ ഹൈഡ്രജൻ പെറോക്സൈഡ് നല്ലൊരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ദെൻ ഇറ്റ് ഗോ ഫോർ ഓക്സിഡേഷൻ ക്ലീവേജ്. അപ്പോൾ പ്രോഡക്റ്റ് മാറുമോ? തീർച്ചയായിട്ടും മാറും. ഇവിടെ നമുക്ക് കിട്ടിയ പ്രോഡക്റ്റ് എന്താ? ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ടായിരുന്നു. ഇതിന്റെ ടെസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ഡബിൾ ബോണ്ടിന്റെ അവിടെ ഓസോൺ ആഡ് ചെയ്തു. എന്ത് കിട്ടി? ഓസോണൈഡ് കിട്ടി. ഓസോണൈഡ് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ അത് എക്സ്പ്ലോസീവ് ആയിട്ടുള്ളൊരു ക്യാരക്ടറും കൂടിയാണ്, പൊട്ടിത്തെറിക്കുന്ന ഒരു ക്യാരക്ടറും. അപ്പോൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. വി ഗോട്ട് എത്തീൻ ഓസോണൈഡ്. പിന്നെന്താ ചെയ്തേ? സിങ്ക് ആൻഡ് വാട്ടർ റിഡക്ഷൻ ക്ലീവേജ് നടന്നു. റിഡക്ഷൻ എന്ന് പറയാൻ കാരണം എന്താ? വെരി സിമ്പിൾ, ആ ഓക്സിജൻ അങ്ങ് ചാടിപ്പോയി. ഓക്സിജൻ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ റിഡക്ഷൻ എന്ന് പറയും, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആഡിങ് ഓക്സിജൻ ഈസ് ഓക്സിഡേഷൻ, റിമൂവിങ് ഓക്സിജൻ ഈസ് റിഡക്ഷൻ. അപ്പോൾ ഇവിടെ ഓക്സിജൻ എടുത്തു കളഞ്ഞു, നമുക്ക് എന്താ കിട്ടിയേ? വി ഗോട്ട് 2 molecules ഓഫ് എത്തനാൽ, സോറി മെത്തനാൽ, 2 molecules ഓഫ് ഫോർമാൽഡിഹൈഡ്, മെത്തനാൽ കിട്ടി. റൈറ്റ്, ഇത് റിഡക്ഷൻ ക്ലീവേജ് ആണ്. ഇനി ഓക്സിഡേഷൻ ക്ലീവേജ് ആണെങ്കിൽ എന്താ കിട്ടുക? നോക്കൂ, ഇതിൻ്റെ ഓക്സിഡേഷൻ പ്രോഡക്റ്റ് കിട്ടും. മെത്തനാലിൻ്റെ ഓക്സിഡേഷൻ പ്രോഡക്റ്റ് എന്താ? ഫോമിക് ആസിഡ്. ആൽഡിഹൈഡ്സിൻ്റെ ഓക്സിഡേഷൻ പ്രോഡക്റ്റ് എന്താ? ആസിഡ്സ് ആണ്, കാർബോക്സിലിക് ആസിഡ്സ് കിട്ടും. അപ്പോൾ റിഡക്ഷൻ ക്ലീവേജ് ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് കാർബോണൈൽ കോമ്പൗണ്ടിലെ ആൽഡിഹൈഡ്സ് അല്ലെങ്കിൽ ചിലപ്പോൾ കീറ്റോൺസ് കിട്ടും. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വിച്ച് ഓർഗാനിക് കോമ്പൗണ്ട് യു ടേക്ക്. റൈറ്റ്, ദിസ് ഈസ് ഓസോണോലിസിസ് ഫോളോഡ് ബൈ റിഡക്ഷൻ ക്ലീവേജ്. ഇതാണ് അതിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത്. ഐ റിപ്പീറ്റ്, ഡബിൾ ബോണ്ടിൻ്റെ അവിടെ ഓസോൺ ആഡ് ചെയ്തു, എത്തീൻ ഓസോണൈഡ് കിട്ടി. അത് സിങ്ക് വിത്ത് വാട്ടർ റിയാക്ട് ചെയ്യുമ്പോൾ റിഡക്ഷൻ ക്ലീവേജ് നടന്നു, യു ഗോട്ട് ആൽഡിഹൈഡ്. എപ്പോഴും ഈ ആൽഡിഹൈഡ് ആണോ കിട്ടുന്നത്? അല്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈപ്പ് ഓഫ് കോമ്പൗണ്ട് യു ടേക്ക്. ഇത് പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇത്രയും മെക്കാനിസം എഴുതാതെ തന്നെ പ്രോഡക്റ്റ് ഏതാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ കൂടെ സാധിക്കണം. ഇത് എഴുതാതെ തന്നെ പ്രോഡക്റ്റ് ഏതാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കണം. വളരെ സിമ്പിളാ. ഈ മെക്കാനിസം എല്ലാവരും മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. സി, സപ്പോസ് ഐ എം ടേക്കിംഗ് സെയിം എത്തീൻ, CH2 double bond CH2. This is treated with ozone followed by zinc and water. മെക്കാനിസം ഒന്നും എഴുതാൻ ബിക്കോസ് നിങ്ങൾ ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ എഴുതുക, എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുകയാണ്. അപ്പോൾ മെക്കാനിസം ഒക്കെ എഴുതി നോക്കിയിട്ട് ഫൈനൽ പ്രോഡക്റ്റ് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള അങ്ങനെയൊന്നും പാടില്ല. പെട്ടെന്ന് ആൻസറിലേക്ക് എത്തണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? വളരെ സിമ്പിളാണ്. എല്ലാവരും ബോർഡിലേക്ക് നോക്കുക. എങ്ങനെയാണ് ഇതാണ് എങ്കിൽ ഓസോണോലിസിസ് പ്രോഡക്റ്റ് എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യും? ജസ്റ്റ് ബ്രേക്ക് ദ ഡബിൾ ബോണ്ട്. ഡബിൾ ബോണ്ടിൻ്റെ അവിടെ വെച്ച് ബ്രേക്ക് ചെയ്യുക. ഇവിടെ ഒരു ഓക്സിജൻ കൊടുക്കുക, ഡബിൾ ബോണ്ടിൻ്റെ അവിടെ വെച്ച് ബ്രേക്ക് ചെയ്യുക. ലെഫ്റ്റിൽ ഒരു ഓക്സിജൻ, റൈറ്റിൽ ഒരു ഓക്സിജൻ. പ്രഡിക്റ്റ് ദ പ്രോഡക്റ്റ് പ്രഡിക്റ്റ് ചെയ്യുക. കഴിഞ്ഞു. 2 molecules ഓഫ് CH2O, ദാറ്റ് ഈസ് HCHO. യു ആർ ഗെറ്റിംഗ് 2 molecule ഓഫ് മെത്തനാൽ. ഇനി ഈ സ്ഥാനത്ത് നമ്മൾ എടുക്കുന്നത് പ്രൊപ്പീൻ ആണെന്ന് വിചാരിക്കുക. സിമ്പിൾ അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് പറയാൻ സാധിക്കും, സപ്പോസ് ഐ എം ടേക്കിംഗ് പ്രൊപ്പീൻ, ഇതാണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. വാട്ട് വിൽ ബി ദ ഓസോണോലിസിസ് പ്രോഡക്റ്റ്? വെരി സിമ്പിൾ. എന്ത് ചെയ്താൽ മതി? ഇവിടെ വെച്ച് അങ്ങ് ബ്രേക്ക് ചെയ്യാം. ഇവിടെ ഒരു ഓക്സിജൻ. സോ വാട്ട് ഈസ് ദ പ്രോഡക്റ്റ്? ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തു, രണ്ട് സൈഡിലും ഒരു ഓക്സിജൻ കൊടുത്തു. യു ഗെറ്റ് CH3CHO. എന്താ പേര്? എത്തനാൽ. അപ്പുറത്ത് എന്താ കിട്ടുക? HCHO, മെത്തനാൽ. യു ഗെറ്റ്
1 ethanol and 1 methanol. അപ്പോൾ നോക്കൂ, എത്തീൻ ആവുമ്പോൾ ഒരു പ്രോഡക്റ്റ് കിട്ടി, പ്രൊപ്പീൻ ആവുമ്പോൾ വേറൊരു പ്രോഡക്റ്റ് കിട്ടി. എത്തീൻ ആവുമ്പോൾ 2 ഫോർമാൽഡിഹൈഡ് കിട്ടി. പ്രൊപ്പീൻ ആവുമ്പോൾ ഒരു എത്തനാലും ഒരു അസറ്റാൽഡിഹൈഡും ഒരു മെത്തനാലും ഫോർമാൽഡിഹൈഡും കിട്ടി. മനസ്സിലാവുന്നുണ്ടോ? റൈറ്റ്. അപ്പോൾ ഏത് മോളിക്യൂൾ തന്നു കഴിഞ്ഞാലും, സപ്പോസ് ഐ എം ഗിവിങ് അനദർ മോളിക്യൂൾ CH3 CH3 ഡബിൾ ബോണ്ട് CH3 ഇതാണെന്ന് വിചാരിക്കുക. വെരി സിമ്പിൾ. ഡബിൾ ബോണ്ടിന്റെ അവിടെ വെച്ച് ബ്രേക്ക് ചെയ്യാം. ഇവിടെ ഒരു ഓക്സിജൻ, ഇവിടെ ഒരു ഓക്സിജൻ. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദ പ്രോഡക്റ്റ്. യു ഗെറ്റ് എത്തനോൾ ആൻഡ് എന്താണ് ഈ പ്രോഡക്റ്റിന്റെ പേര്? CH3 CO CH3 CH3 COCH3, that is acetone, propanone. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലായ്പ്പോഴും ആൽഡിഹൈഡ് അല്ല കിട്ടുക കേട്ടോ, എല്ലായ്പ്പോഴും ആൽഡിഹൈഡ് അല്ല കിട്ടുക. ചിലപ്പോൾ കീറ്റോൺ കിട്ടും, ചിലപ്പോൾ ഒരൊറ്റ ആൽഡിഹൈഡ് കിട്ടും, ചിലപ്പോൾ മിക്സർ കിട്ടും. അപ്പോൾ ഒരൊറ്റ ആൽഡിഹൈഡ് കിട്ടാം, വ്യത്യസ്തമായിട്ടുള്ള ആൽഡിഹൈഡ് കിട്ടാം, ആൽഡിഹൈഡും കീറ്റോണും കിട്ടാം, കീറ്റോൺ മാത്രം കിട്ടാം. That all depends on the type of compound you take. The type of compound you take. അപ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് നോക്കിയിട്ട് നമുക്ക് തന്നിരിക്കുന്ന റിയാക്ടൻറ്റിൻ്റെ നേച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. നോക്കൂ, അവിടെ കിട്ടിയതുപോലെയല്ല ഇവിടെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രോഡക്റ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? മെക്കാനിസം ഞാൻ ഓൾറെഡി പറഞ്ഞു. എന്താണ് മെക്കാനിസം? ഇതാണ് മെക്കാനിസം. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ എല്ലായ്പ്പോഴും മെക്കാനിസം അറിയണം കേട്ടോ, മെക്കാനിസം അറിയണം. സപ്പോസ് യു ഫൈൻഡ് എ തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ മെക്കാനിസത്തിനെ ബേസ് ചെയ്ത് ചോദിച്ചാൽ പറയാൻ സാധിക്കണം. മറിച്ച് നമ്മളോട് പലപ്പോഴും ചോദിക്കുന്നത് ഒരു കോമ്പൗണ്ട് തന്നിട്ട് അതിൻ്റെ പ്രോഡക്റ്റ് എന്താണെന്ന് ചോദിക്കുക. അത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കണം. റൈറ്റ്? അപ്പോൾ പ്രോഡക്റ്റിൻ്റെ നേച്ചർ നോക്കിയിട്ട് നമുക്ക് എന്താണ് റിയാക്ടൻ്റ് എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. റിയാക്ടൻ്റ് നേച്ചർ നോക്കിയിട്ട് പ്രോഡക്റ്റ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. റൈറ്റ്? സപ്പോസ് ഐ എം ടേക്കിംഗ് അനദർ എക്സാമ്പിൾ. നോക്കൂ, CH2 ഡബിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH2. നോക്കൂ, ഇതിൽ 2 ഡബിൾ ബോണ്ട് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു അൺസാച്ചുറേഷൻ ടെസ്റ്റ് ചെയ്യാം, ടൈപ്പ് ഓഫ് അൺസാച്ചുറേഷൻ ടെസ്റ്റ് ചെയ്യാം, നമ്പർ ഓഫ് അൺസാച്ചുറേഷൻ ടെസ്റ്റ് ചെയ്യാം, പൊസിഷൻ ഓഫ് അൺസാച്ചുറേഷൻ ടെസ്റ്റ് ചെയ്യാം. നോക്കൂ, ഇതിൽ കിട്ടാൻ പോകുന്ന പ്രോഡക്റ്റ് സ്പെസിഫിക് ആയിരിക്കും. എന്താ ചെയ്യേണ്ടത് പറയൂ? സിമ്പിൾ, നേരത്തെ പറഞ്ഞത് തന്നെ. ഡബിൾ ബോണ്ടിൻ്റെ അവിടെ വെച്ച് ബ്രേക്ക് ചെയ്യാം. ഇവിടെ ഒരു ഓക്സിജൻ, ഇവിടെ ഒരു ഓക്സിജൻ. ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്, അവിടെയും ബ്രേക്ക് ചെയ്തു. ഇവിടെ ഒരു ഓക്സിജൻ, ഇവിടെ ഒരു ഓക്സിജൻ. യു ഗെറ്റ് എ പ്രോഡക്റ്റ്. എന്താ ഈ പ്രോഡക്റ്റിൻ്റെ പേര്? HCHO, ഫോർമാൽഡിഹൈഡ്. എന്താണ് ഈ പ്രോഡക്റ്റിൻ്റെ പേര്? അഗെയിൻ HCHO, ഫോർമാൽഡിഹൈഡ്. അപ്പോൾ 2 ഫോർമാൽഡിഹൈഡ് കിട്ടും. പിന്നെയോ, പിന്നെ നടുവിലുള്ള ആൾ നോക്കൂ, എന്താണത്? CHO. എന്താ അതിൻ്റെ പേര്? ഗ്ലയോക്സാൽ. ദാറ്റ് ഈസ് ഈഥെയ്ൻ ഡയാൽ. Suppose you are taking this particular compound. I am sure all of you know this is 1,3-butadiene. 1,3-butadiene എടുത്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 1,3-butadiene എടുത്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഏതാണ്? 2 പ്രോഡക്റ്റ് ആണ് കിട്ടുക. അതെങ്ങനെയാണ്? ഫോർമാൽഡിഹൈഡ് ഒരെണ്ണം, ഗ്ലയോക്സാൽ ഒരെണ്ണം. ഫോർമാൽഡിഹൈഡ് 2 മോളിക്യൂൾസ് കിട്ടും, ഗ്ലയോക്സാൽ 1 മോളിക്യൂൾ കിട്ടും. So if you are getting 2 formaldehyde, 2 methanol and 1 glyoxal, you can conclude what you have taken is 1,3-butadiene. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡബിൾ ബോണ്ട് കാണുന്ന അവിടെ ബ്രേക്ക് ചെയ്യാം. ബ്രേക്ക് ചെയ്ത് ഓക്സിജൻ അറ്റാച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ആ ഫൈനൽ പ്രോഡക്റ്റിലേക്ക് എത്താൻ സാധിക്കും. ശ്രദ്ധിക്കുക, നമ്മൾ പഠിക്കുന്നത് റിഡക്ഷൻ ക്ലെവേജ് ആണ്. ഓക്സിഡേഷൻ ക്ലെവേജ് നമുക്ക് സിലബസിൽ ഇല്ല, പക്ഷേ അറിഞ്ഞിരിക്കുക. ഓക്സിഡേഷൻ ക്ലെവേജ് ആണെങ്കിൽ എന്ത് കിട്ടും? റിഡക്ഷൻ ക്ലെവേജ് ആണെങ്കിൽ ആൽഡിഹൈഡ് കീറ്റോൺ കിട്ടുന്നു, ഓക്സിഡേഷൻ ക്ലെവേജ് ആണെങ്കിൽ കാർബോക്സിലിക് ആസിഡ് ആണ് കിട്ടുക. മനസ്സിലാവുന്നുണ്ടോ? റൈറ്റ്.
നോക്കൂ, ചിലപ്പോൾ നിങ്ങൾക്ക് തരുന്നത് ഈ പ്രോഡക്റ്റ് ആയിരിക്കും തരിക. എന്താണ് റിയാക്ടൻ്റ് എന്ന് ചോദിക്കും. ഈ പ്രോഡക്റ്റ് തരും, എന്താണ് റിയാക്ടൻ്റ് എന്ന് ചോദിക്കും. വെരി സിമ്പിൾ, വെരി സിമ്പിൾ. എന്ത് ചെയ്താൽ മതി? പ്രോഡക്റ്റ് തന്നിരിക്കുന്നു, റിയാക്ടൻ്റ് ഏതാണെന്ന് ചോദിക്കുന്നു. എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? നോക്കൂ, ക്വസ്റ്റ്യനിൽ ഇങ്ങനെയാണ്. യു ആർ ഗിവൺ വിത്ത് എ കോമ്പൗണ്ട് അപ്പോൺ ഓസോണോലിസിസ് യു ഗെറ്റ് 2 molecules of methanol and 1 molecule of CHO. That is glyoxal and methanol. You are asked to identify what is the reactant. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നേരത്തെ നമ്മൾ എന്താ ചെയ്തത്? റിയാക്ടൻ്റ് തന്നു, പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. എന്താ നമ്മൾ ചെയ്തത്? ഡബിൾ ബോണ്ടിൻ്റെ അവിടെ വെച്ച് ബ്രേക്ക് ചെയ്തു, ഓക്സിജൻ അറ്റാച്ച് ചെയ്തു, വി ഗോട്ട് എ പ്രോഡക്റ്റ്. ഇപ്പം നിങ്ങൾ നേരെ തിരിച്ച് ചെയ്യാം. ഈ മോളിക്യൂളിനെ ഓക്സിജൻ ഫേസ് ചെയ്യുന്നത് പോലെ എഴുതുക. ഇതെങ്ങനെ എഴുതുക? HCHO. ഓക്സിജൻ ഫേസ് ടു ഫേസ് എഴുതുക. എന്നിട്ടോ ഈ ഓക്സിജനെ അങ്ങ് എടുത്ത് കളയുക. നേരത്തെ നമ്മൾ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തു, ഓക്സിജൻ അറ്റാച്ച് ചെയ്തു. ഇവിടെ നിങ്ങൾ റിവേഴ്സ് ചെയ്യൂ. ആ ഓക്സിജൻ ഫേസ് ചെയ്ത് എഴുതുക. റിമൂവ് ദാറ്റ് ഓക്സിജൻ, റിമൂവ് ദിസ് ഓക്സിജൻ ആൻഡ് അറ്റാച്ച് എ ഡബിൾ ബോണ്ട് ഹിയർ. ആ ഓക്സിജനെ എടുത്ത് കളയുക, ഡബിൾ ബോണ്ട് അറ്റാച്ച് ചെയ്യുക. നോക്കൂ, 2 ഓക്സിജൻ കളഞ്ഞു, യു ഗെറ്റ് HCH. അവിടെ ഡബിൾ ബോണ്ട് അറ്റാച്ച് ചെയ്യുക, ഡബിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് CH. അവിടെ ഡബിൾ ബോണ്ട് അറ്റാച്ച് ചെയ്യുക, ഡബിൾ ബോണ്ട് HCH. That is nothing but CH2 double bond CH double bond CH2. That is 1,3-butadiene. അപ്പോൾ 2 രീതിയിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാം. ഒന്ന്, റിയാക്ടൻ്റ് തന്നിട്ടുണ്ട്, ഫൈൻഡ് ഔട്ട് ദ പ്രോഡക്റ്റ്. 2, പ്രോഡക്റ്റ് തരും, എന്താണ് റിയാക്ടൻ്റ് കാണാൻ പറയും. അപ്പോൾ റിയാക്ടൻ്റ് തന്ന് പ്രോഡക്റ്റ് ചോദിച്ചാൽ ആ ഡബിൾ ബോണ്ടിൻ്റെ അവിടെ ബ്രേക്ക് ചെയ്യുക, ആഡ് ഓക്സിജൻ, ഗെറ്റ് ദ പ്രോഡക്റ്റ്. പ്രോഡക്റ്റ് ആണ് തന്നിരിക്കുന്നത്, റിയാക്ടൻ്റ് കാണാൻ പറഞ്ഞാൽ ഓക്സിജൻ ഫേസ് ചെയ്ത് എഴുതുക. എന്നിട്ട് ആ ഓക്സിജൻ എടുത്ത് കളയുക, അവിടെ ഡബിൾ ബോണ്ട് അറ്റാച്ച് ചെയ്യുക. ജസ്റ്റ് ഡു ദ റിവേഴ്സ്. റൈറ്റ്? നോക്കൂ, ഇപ്പൊ ഇവിടെ ഈ മോളിക്യൂളിൽ 2 ഡബിൾ ബോണ്ട് ഉണ്ട് എന്നും ഈ റിയാക്ടന്റിൽ 2 ഡബിൾ ബോണ്ട് ഉണ്ട് എന്നും അത് 1,3 പൊസിഷനിലാണ് എന്നും ഡിറ്റർമൈൻ ചെയ്യാൻ നമുക്ക് ഈ ടെസ്റ്റ് സഹായിക്കുന്നു. So it's a test for unsaturation, test for type of unsaturation, test for number of unsaturation. നോക്ക്, 2 ഡബിൾ ബോണ്ട് ഉണ്ടെന്ന് കണ്ടെത്താൻ സാധിക്കുന്നു. നമ്പർ ഓഫ് അൺസാച്ചുറേഷൻ, ടെസ്റ്റ് ഫോർ പൊസിഷൻ ഓഫ് അൺസാച്ചുറേഷൻ. നിങ്ങൾക്കറിയാമോ, ബെൻസീൻ്റെ സ്ട്രക്ചർ കൺഫേം ചെയ്തത് ഓസോണോലിസിസിലൂടെയാണ്. ബെൻസീൻ്റെ സ്ട്രക്ചർ കൺഫേം ചെയ്യുന്നത് ഓസോണോലിസിസ് റിയാക്ഷൻ ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ട്. എല്ലാവർക്കും അറിയാം എന്താണ് ബെൻസീൻ്റെ സ്ട്രക്ചർ എന്ന്. എന്താണ് ബെൻസീൻ്റെ സ്ട്രക്ചർ? എല്ലാവർക്കും അറിയാം. ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ബെൻസീൻ. കെക്യുലെ സ്ട്രക്ചർ ഫോർ ബെൻസീൻ. ദർ ഈസ് ഓൾട്ടർനേറ്റ് ഡബിൾ ബോണ്ട്. ബെൻസീന് പലരും പണ്ട് പല സ്ട്രക്ചേഴ്സും വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെയാണ് ഓഗസ്റ്റ് കെക്യുല ഇങ്ങനെ ഒരു സ്ട്രക്ചർ വിശദീകരിക്കുന്നത്. ആ സ്ട്രക്ചറൽ എക്സ്പ്ലനേഷൻ ചെക്ക് ചെയ്യാൻ ഓസോണോലിസിസ് എന്ന റിയാക്ഷൻ ഒരു നിർണായക പങ്കുണ്ടായിരുന്നു. നമുക്കൊന്ന് പരിശോധിക്കാം. ബെൻസീൻ ഓസോണോലിസിസ് നടന്നു കഴിഞ്ഞാൽ എന്താണ് പ്രോഡക്റ്റ് കിട്ടാൻ പോകുന്നത്? സിമ്പിൾ. പറയൂ, എന്താ നമുക്ക് ചെയ്യേണ്ടത്? ഓസോൺ റിയാക്ട് ചെയ്യുന്നു, സിങ്ക് വിത്ത് വാട്ടർ റിയാക്ട് ചെയ്യുന്നു. വാട്ട് യു നീഡ് ടു ഡു? ദേ ഡബിൾ ബോണ്ടിൻ്റെ അവിടെ വെച്ച് ബ്രേക്ക് ചെയ്യുക. ഇവിടെ ഒരു ഓക്സിജൻ, ഇവിടെ ഒരു ഓക്സിജൻ. ഡബിൾ ബോണ്ടിൻ്റെ അവിടെ വെച്ച് ബ്രേക്ക് ചെയ്യുക. ഇവിടെ ഒരു ഓക്സിജൻ, ഇവിടെ ഒരു ഓക്സിജൻ. ഡബിൾ ബോണ്ടിൻ്റെ അവിടെ വെച്ച് ബ്രേക്ക് ചെയ്യുക. ഇവിടെ ഒരു ഓക്സിജൻ, ഇവിടെ ഒരു ഓക്സിജൻ. ഇനി ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ കൃത്യമായ സ്ട്രക്ചർ വരച്ചോളൂ. CH ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട്. എന്താ ചെയ്യണ്ടേ? ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുക. ഐ എം ഗോയിങ് ടു ബ്രേക്ക് ദ ഡബിൾ ബോണ്ട്. ശ്രദ്ധിച്ചോളൂ. ഐ എം ഗോയിങ് ടു ബ്രേക്ക് ദ ഡബിൾ ബോണ്ട്. സി, ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തു. ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തു. ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തു. അവിടെ എല്ലാം 2 ഓക്സിജൻ. ദേ ഇവിടെ ഒരു ഓക്സിജൻ, ഇവിടെ ഒരു ഓക്സിജൻ. ഇവിടെ ഒരു ഓക്സിജൻ, ഇവിടെ ഒരു ഓക്സിജൻ. ഇവിടെ ഒരു ഓക്സിജൻ, ഇവിടെ ഒരു ഓക്സിജൻ. സി, നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? ഗ്ലയോക്സാൽ. ഇതിന്റെ പേര് ഓൾറെഡി ഞാൻ പറഞ്ഞു, ഗ്ലയോക്സാൽ. യു ഗെറ്റ്
3 molecules of glyoxal. അപ്പോൾ ബെൻസീനെ ഓസോണോലിസിസ് നടത്തിയപ്പോൾ കിട്ടിയത് 3 molecules of glyoxal ആണ്. That's a clear indication that, or that tells you that in benzene there is cyclic structure, 6 carbon atom, there are 3 double bonds and they are available alternate position. നോക്കൂ, ഇങ്ങനെ വന്നാലാണ് ഇത് കിട്ടുക. ബെൻസീനിൽ 6 കാർബൺ ആറ്റം ഉണ്ട്, അതിൽ 3 ഡബിൾ ബോണ്ട് ഉണ്ട്, അത് ഒന്നിടവിട്ട പൊസിഷനിലാണ്. ഇതൊക്കെ മനസ്സിലാക്കാൻ സഹായകമായ ഒരു പ്രധാനപ്പെട്ട റിയാക്ഷനാണ് ഓസോണോലിസിസ്. മനസ്സിലാവുന്നുണ്ടോ? എത്രയോ പ്രാവശ്യം നീറ്റ് എക്സാമിനേഷന് ചോദിച്ചിരിക്കുന്നു, ഇങ്ങനൊരു മോളിക്യൂൾ തന്നിട്ടുണ്ട്, നോക്കുക, ഇങ്ങനൊരു മോളിക്യൂൾ തന്നിരിക്കുന്നു, ആൻഡ് ദേ ആസ്ക് യു വാട്ട് ഈസ് ദ ഓസോണോലിസിസ് പ്രോഡക്റ്റ്. ഇതിൻ്റെ ഓസോണോലിസിസ് പ്രോഡക്റ്റ് എന്താണ്? സി, മീഥൈൽ സൈക്ലോപെൻറ്റീൻ, മീഥൈൽ സൈക്ലോപെൻറ്റീൻ, ഇതിൻ്റെ ഓസോണോലിസിസ് പ്രോഡക്റ്റ് എന്താണ് എന്ന് ചോദിക്കുന്നു. സിമ്പിൾ. എന്താ ചെയ്യേണ്ടേ? ദേ ഇവിടെ വെച്ചങ്ങ് ബ്രേക്ക് ചെയ്യാം. ഹിയർ 1 ഓക്സിജൻ, ഹിയർ 1 ഓക്സിജൻ. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ഓപ്പൺ സ്ട്രക്ചറായിട്ട് മാറി. ഇത് ബ്രേക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ ഓപ്പൺ സ്ട്രക്ചറായിട്ട് മാറി. ലെറ്റ്സ് സീ എന്തായിരിക്കും പ്രോഡക്റ്റ് കിട്ടുക. നോക്കുക, ഇവിടെ ഒരു ഓക്സിജൻ, നോക്കുക, CH3, CH3, C, C, CH2, 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 ഇവിടുത്തെ കാർബൺ CHO, CHO. The product is CS3CO, CS2, 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 CHO. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആ ഡബിൾ ബോണ്ട് വരുന്ന കാർബൺ ഉണ്ടല്ലോ, ഡബിൾ ബോണ്ട് വരുന്ന കാർബൺ ഉണ്ടല്ലോ, ആ കാർബണിൽ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ, നോക്കുക, ഈ കാർബണിൽ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ആൽഡിഹൈഡ് ആയിരിക്കും. ബ്രേക്ക് ചെയ്യുന്ന കാർബണിൽ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ആൽഡിഹൈഡ് ഗ്രൂപ്പ് കിട്ടും. ഹൈഡ്രജൻ ഇല്ല എങ്കിൽ കീറ്റോ ഗ്രൂപ്പ് കിട്ടും. നോക്കൂ, നേരത്തെ എടുത്തൊരു എക്സാമ്പിൾ നോക്കൂ. നേരത്തെ എടുത്തൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നോക്കൂ, ഇതാണ് ബ്രേക്ക് ചെയ്ത സ്ഥലം. ഈ കാർബണിൽ ഹൈഡ്രജൻ ഉണ്ട്, നമുക്ക് കിട്ടിയത് ആൽഡിഹൈഡ് ആണ്. ഈ കാർബണിൽ ഹൈഡ്രജൻ ഇല്ല, നമുക്ക് കിട്ടിയത് കീറ്റോൺ ആണ്. അപ്പോൾ ബ്രേക്കിംഗ് കാർബണിൽ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ആൽഡിഹൈഡ് കിട്ടും, ഇല്ല എങ്കിൽ കീറ്റോൺ കിട്ടും. ഐ തിങ്ക് ദ ടോപ്പിക് ഈസ് ക്ലിയർ. അപ്പോൾ അൺസാച്ചുറേഷൻ ടെസ്റ്റ് ചെയ്യാം, ടൈപ്പ് ഓഫ് അൺസാച്ചുറേഷൻ ടെസ്റ്റ് ചെയ്യാം, അത് ഞാൻ പറഞ്ഞില്ല, അതും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ക്ലാസ് നിർത്തുകയാണ്. നമ്പർ ഓഫ് അൺസാച്ചുറേഷൻ ടെസ്റ്റ് ചെയ്യാം, എത്ര ഡബിൾ ബോണ്ട് ഉണ്ട് ടെസ്റ്റ് ചെയ്യാം, അത് എവിടേക്കാണ് എന്ന് ടെസ്റ്റ് ചെയ്യാം. ഇനി ഡബിൾ ബോണ്ട് ആണോ ട്രിപ്പിൾ ബോണ്ട് ആണോ അത് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു മാർഗം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. സപ്പോസ് വി ആർ ഡീലിംഗ് വിത്ത് ഈത്തൈൻ. ഈത്തൈൻ ആണെന്ന് വിചാരിക്കാം. ഇത് നമുക്ക് പഠിക്കാനില്ല, പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഈത്തൈൻ ട്രീറ്റഡ് വിത്ത് ഓസോൺ ഫോളോഡ് ബൈ സിങ്ക് ആൻഡ് വാട്ടർ ആണെന്ന് വിചാരിക്കുക. ഈത്തൈൻ ദേ ഇവിടേക്ക് ആഡ് ചെയ്തു, നിങ്ങൾക്ക് എന്ത് കിട്ടും? CHO. മറന്നിട്ടില്ലല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷേ ഇവിടെ കാർബൺ കാർബൺ ഒരു ബോണ്ട് ഉണ്ടാവും. ഇവിടെ കാർബൺ കാർബൺ ബോണ്ട് നിലനിൽക്കും, കാരണം ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട്. ഇവിടെ ഡബിൾ ബോണ്ട് ആണെങ്കിൽ കാർബൺ കാർബൺ ബോണ്ട് വരില്ല. ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് there will be carbon carbon bond retained. ബാക്കിയൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. Now it is treated with zinc and water. See, ഇവിടെ ബ്രേക്ക് ചെയ്തു, ഇവിടെ ബ്രേക്ക് ചെയ്തു, ദേ ഇവിടെ ബ്രേക്ക് ചെയ്യില്ല, ഇവിടെയും ബ്രേക്ക് ചെയ്യും. ഈ OO ബ്രേക്ക് ചെയ്യും, ഇത് ബ്രേക്ക് ചെയ്യും, ഇത് ബ്രേക്ക് ചെയ്യും. Now ഈ ഓക്സിജനെ സിങ്ക് റിമൂവ് ചെയ്യും. And now see what you get. What is the product obtained? CHO. CHO. See that? CHO. ഇതാണ് പ്രോഡക്റ്റ്, ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. CHO. CHO. ഇയാൾ പോയി, ഇത് ബ്രേക്ക് ചെയ്തു, ഇത് രണ്ടും ബ്രേക്ക് ചെയ്തു, ഓക്സിജൻ സ്ഥലം വിട്ടു. CHO. CHO. You get glyoxal. I think the matter is clear. I think the matter is clear. നിങ്ങൾക്ക് ഏത് കോമ്പൗണ്ട് തന്നാലും, ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഏത് കോമ്പൗണ്ട് തന്നാലും അതിൻ്റെ ഓസോണോലിസിസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ സാധിക്കണം. ഒന്ന്, ഓർഗാനിക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ശ്രദ്ധിക്കുക, രണ്ട് രീതിയിൽ ചോദിക്കാം. റിയാക്ടൻ്റ് തരും, പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ പറയും.
പ്രോഡക്റ്റ് തരും, റിയാക്ടന്റ് കണ്ടുപിടിക്കാൻ പറയും. That's an excellent test for finding, I repeat, the type, the unsaturation, type of unsaturation, number of unsaturation and position of unsaturation. ഇതാണ് ഓസോണോലിസിസ് റിയാക്ഷൻ്റെ പ്രത്യേകത. കൂടുതൽ പ്രാക്ടീസ് എഴുതുക, കൂടുതൽ എക്സാമ്പിൾസ് എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. രണ്ട് രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. റിയാക്ടൻറ്റ്, what is the product? Product given, what is the reaction? You can get a numerous number of questions based on this because it is a frequently coming, very important topic as far as JEE Mains examination concerned, as far as NEET examination concerned, any of the competitive examination concerned. Okay, thank you.